അപ്പോൾ ഞാനിന്ന് ഫ്രീസറിൽ ഒരു മാസം വെച്ച മാങ്ങ കൊണ്ടുള്ള അച്ചാറാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് വേറൊരു കവറിൽ മാങ്ങയുടെ തൊണ്ടൊക്കെ കളഞ്ഞ് ഒരു കവറിലൊക്കെ ഇട്ടിട്ട് വേറൊരു ടിന്നിലാക്കിയിട്ട് ഫ്രീസറിലാണ് ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഒരു മാസം വെച്ച മാങ്ങ എടുത്താണ് ഞാനിപ്പോൾ അച്ചാറിടുന്നത്. അപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ നമുക്ക് കുറേ മാങ്ങ കിട്ടുകയാണെങ്കിൽ ഇതേപോലെ ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കറിയിലിടാൻ അച്ചാറിടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ നിന്ന് എടുത്ത് തണുത്ത കാറി കഴിയുമ്പോൾ ഈ മാങ്ങ വെന്ത പോലെ ഇങ്ങനെ തളർന്നിരിക്കും. എന്നാലും ആ പച്ചമാങ്ങയുടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ കറിയിലിട്ടാലും അച്ചാറിട്ടാലും വേവാണല്ലോ. അപ്പോൾ പച്ചമാങ്ങയുടെ ടേസ്റ്റ് നമുക്ക് പോകാതെ കറിയിലൊക്കെ ഇടാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ അരിഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ചതാണ്. അപ്പോൾ ഞാനിപ്പോൾ അച്ചാർ തീർന്നപ്പോൾ അടുത്ത ട്രിപ്പ് അച്ചാറിടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ നല്ല തണുപ്പൊക്കെ ആയിട്ട് നിറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെയാണ് കേട്ടോ. എന്നാലും പച്ചമാങ്ങയുടെ ടേസ്റ്റ് അങ്ങനെ തന്നെ ഉണ്ടാവും, അതിൽ യാതൊരു മാറ്റം വരില്ല. അപ്പോൾ ഞാനൊരു അച്ചാറാണ് ഇടുന്നത്. അപ്പോൾ മാങ്ങച്ചാർ പലരും പല ടൈപ്പിലാണല്ലോ ഇടേണ്ടത്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് ഒരു എളുപ്പത്തിലുള്ള മാങ്ങച്ചാറാണ് ഉണ്ടാക്കുന്നത്. മാങ്ങയൊക്കെ അധികം വേവിക്കാതെ ആ മാങ്ങയുടെ പച്ച ടേസ്റ്റോട് കൂടിയുള്ള ഒരച്ചാറാണ് കേട്ടോ ഇടേണ്ടത്. പല ടൈപ്പിലും ഇടാം. അപ്പോൾ ഞാനൊരു മൺകലത്തിലാണ് അച്ചാറിട്ട് വയ്ക്കാൻ പോണത്. അപ്പോൾ ആദ്യം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ ഇട്ട് അച്ചാർ തീർന്നു പോയി. അപ്പോൾ തീർന്നു കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഫ്രീസറിൽ വെച്ച മാങ്ങയെടുത്തിന് അച്ചാർ ഇടുന്നതാണ്. അപ്പോൾ ഞാൻ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ഇടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല കളർ ഉണ്ടാവും. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഇല്ല, അതുകൊണ്ട് എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടേക്കണത്. അപ്പോൾ അത് നല്ലോണം ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുകും ഉലുവയും കൂടി വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ വറുത്ത് പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് സാമ്പാർ വയ്ക്കുമ്പോഴും അച്ചാർ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇടാം. പിന്നെ കായത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലെണ്ണ ചൂടാക്കി ഒഴിക്കാൻ പോവാണ്. ഇനിയിപ്പോൾ ഇതിൽ വേറെ ഒന്നും പ്രത്യേകിച്ച് ചേർക്കണമൊന്നുമില്ല. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കും മാങ്ങ. ഇത് സിമ്പിളായിട്ടുള്ളൊരു മാങ്ങച്ചാറാണ് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കടുക് പൊട്ടിക്കുകയാണ്. ഇനി ചൂടായ എണ്ണ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാണ് കേട്ടോ. ഇത്രയാണ് ഞാൻ ഉണ്ടാക്കിയ സിമ്പിൾ മാങ്ങക്കറിയുടെ റെസിപ്പി. അപ്പോൾ ഇതേപോലെ അച്ചാർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ പച്ചമാങ്ങയുടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എണ്ണയൊക്കെ കടുകൊക്കെ പൊട്ടിച്ചത് മാങ്ങയിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ സിമ്പിൾ മാങ്ങാച്ചാർ റെസിപ്പി. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. മാങ്ങ അധികം വെന്ത് പോകാത്തത് കൊണ്ട് പച്ചമാങ്ങയുടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 2 കുപ്പിയിലോട്ടാക്കി വയ്ക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ സിമ്പിൾ മാങ്ങാച്ചാർ റെസിപ്പി. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.